വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. ധർമ്മടത്ത് പിണറായി വിജയനുണ്ടായ തിരിച്ചടിയുടെ ക്രെഡിറ്റ് മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടനാണെന്ന് UDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ്. മൂവാറ്റുപുഴയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിച്ചത് ഇടതുപക്ഷ സർക്കാരിനെതിരെ മാത്യു കുഴൽനാടൻ നടത്തിയ പോരാട്ടത്തിന്റെ വിജയമാണെന്നും അബ്ദുൾ റഷീദ്. ധർമ്മടത്ത് പിണറായി വിജയനുണ്ടായ തിരിച്ചടിയുടെ ക്രെഡിറ്റ് മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടനാണെന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ്. മൂവാറ്റുപുഴയിൽ മാത്യു കുഴൽനാടന്റെ ഓഫീസിലെത്തി അഭിനന്ദിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അബ്ദുൾ റഷീദ്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിനം ആദ്യ 6 റൗണ്ടുകളിലും കണ്ട 10 വർഷക്കാലം കേരളത്തെ ഭരിച്ച പിണറായി വിജയന്റെ പതനം ജനാധിപത്യത്തിന്റെ പ്രഹരശേഷിയാണ് കാണിച്ചു തന്നതെന്നും പിണറായി വിജയന്റെ പതനത്തിന്റെ ക്രെഡിറ്റ് പിണറായി വിജയനുമായി നിരന്തരം പോരാട്ടം നടത്തിയ മാത്യു കുഴൽനാടനും അർഹതപ്പെട്ടതാണെന്നും അബ്ദുൾ റഷീദ് പറഞ്ഞു. 10 വർഷക്കാലം കേരളത്തെ അടക്കി ഭരിച്ച അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും വെല്ലുവിളിച്ച ഒരു ഏകാധിപതിയുടെ, ഒരു സ്വേച്ഛാധിപതിയുടെ രാഷ്ട്രീയ പതനം കേരളം മനോഹരമായി കണ്ട ആ കാഴ്ച, ഒരുപക്ഷെ ആ കാഴ്ചയ്ക്ക് പിന്നിൽ ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടുണ്ട്. അത് ധർമ്മടത്തെ ജനങ്ങളുടെ ഒരു അപാരമായ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രഹരശേഷിയായിരുന്നു. അതുമാത്രമല്ല, അവിടുത്തെ ജനങ്ങളുടെ വോട്ടിൻ്റെ പ്രഹരശേഷി മാത്രമല്ല, അത് ആഗ്രഹിച്ച ആയിരക്കണക്കിന് ജനങ്ങൾ, അതിന് കഷ്ടപ്പെട്ടവർ, അവിടുത്തെ UDFൻ്റെ നേതാക്കന്മാർ, പ്രവർത്തകർ, അതോടൊപ്പം തന്നെ നിരന്തരമായി ആ പോരാട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു മുന്നേറ്റത്തിൻ്റെ ഒരു ക്രെഡിറ്റ് മൂവാറ്റുപുഴ MLAക്ക് കൂടിയുള്ളതാണ്. കാരണം നിയമസഭക്കകത്തും പുറത്തും ഒരു നല്ല ക്ലാരിറ്റിയോടുകൂടി അദ്ദേഹത്തിൻ്റെ അഴിമതിയെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ പല ദുഷ്പ്രവർത്തനങ്ങളെയും പറ്റിയും ഏറ്റവും മനോഹരമായി സംസാരിച്ചത്, അതിൻ്റെ പേരിൽ ഒരുപാട് അക്രമങ്ങൾ നേരിട്ട ഒരു നേതാവാണ് ബഹുമാന്യനായ മൂവാറ്റുപുഴയുടെ MLA ശ്രീ മാത്യു കുഴൽനാടൻ. അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ സമാനതകളില്ലാത്തതാണ്. നിയമ പോരാട്ടം അതൊക്കെ നടത്തുമ്പോഴും നേർക്ക് നേർ നിന്ന്, ഒരുപക്ഷെ പിണറായി വിജയൻ അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവം ആളുകളെയാണ് നേർക്ക് നേർ നിന്ന് വെല്ലുവിളിച്ചിട്ടുള്ളത്. നമുക്ക് നിയമസഭക്കകത്ത് കണ്ടു ശ്രീ മാത്യു കുഴൽനാടനെ പേരെടുത്ത് വിളിച്ച് അല്ലെങ്കിൽ പൊതുയോഗങ്ങളിൽ പോലും അങ്ങനെ അദ്ദേഹം നടത്തിയ ഒരു പോരാട്ടമുണ്ട്. പിണറായി വിജയനെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിച്ചത് തീർച്ചയായും ആ പോരാട്ടത്തിൻ്റെ കൂടെ ഒരു വിജയം തന്നെയാണ്. മൂവാറ്റുപുഴയിൽ എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിച്ചത് ഇടതുപക്ഷ സർക്കാരിനെതിരെ മാത്യു കുഴൽനാടൻ നടത്തിയ പോരാട്ടത്തിന്റെ വിജയമാണെന്നും അബ്ദുൾ റഷീദ്. മൂവാറ്റുപുഴ കണ്ട എപ്പോഴും 5000 വോട്ടിനും 10,000 ഏറ്റവും നല്ല രാഷ്ട്രീയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ എറണാകുളം ജില്ല കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ഇവിടെ ജയിക്കുമ്പോൾ അദ്ദേഹം പിണറായിക്കെതിരെ, ഇടതുപക്ഷ സർക്കാരിനെതിരെ നടത്തിയ പോരാട്ടത്തിൻ്റെ വിജയം കൂടിയാണ്. അദ്ദേഹത്തിന് ഈ വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചതിന് ധർമ്മടത്ത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ കൂടി അദ്ദേഹത്തെ എല്ലാവിധ സ്നേഹാഭിവാദ്യങ്ങളും അറിയിക്കുകയാണ്. മൂവാറ്റുപുഴയുടെ കരുത്തനായ നായകൻ പിണറായിയെ നേർക്കുനേർ വെല്ലുവിളിച്ച് ഇത്രയും വർഷം നിയമസഭക്കകത്തും പുറത്തും പോരാടിയ ശ്രീ മാത്യു കുഴൽനാടൻ MLAക്ക് കൂടി ഒരു സ്നേഹാദരം അർപ്പിക്കണം. പിണറായി വിജയനെ പിന്നിലാക്കി അബ്ദുൾ റഷീദ് മുന്നേറി നിന്നിരുന്ന സമയം തങ്കലിപികളിൽ രേഖപ്പെടുത്തണമെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റ് വാങ്ങി UDF ജയിച്ചു വന്നപ്പോഴും അതിനേക്കാളൊക്കെ ഏറ്റവും തിളക്കമാർന്ന പോരാട്ടം ഞങ്ങളുടെ ഈ പരാജയം അബ്ദുൾ റഷീദിൻ്റെ പരാജയം. കാരണം ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള, ഒരുപക്ഷെ ദാവീദും ഗോലിയാത്തും എന്ന് പറയുന്നതിനേക്കാളും ഗോലിയാത്തിനേക്കാൾ വലുതും ദാവീദിനേക്കാൾ ചെറുതുമായിരുന്നു അബ്ദുൾ റഷീദ്. എന്നിട്ടും കരുത്തോടെ പോരാടി എന്നുള്ളതാണ്. ഇതാണ് ഒരു KSUക്കാരൻ്റെ യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ കരുത്ത്. പക്ഷെ ഞങ്ങളത് ചെറുതായി ഞങ്ങളുടെ പാർട്ടി അത് അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത് വേണ്ട പോലെ ഇത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷമവും സങ്കടവും ഉള്ളത്. കാരണം ഞങ്ങൾക്കാർക്കും അവനെ ഒന്ന് ആ സമയത്ത് ഇത്രയും വലിയൊരു പോരാട്ട വീര്യം റഷീദ് കാഴ്ചവെക്കുമെന്ന് വിചാരിച്ചു. ഞാൻ പറയുന്നത് ഇന്നും കേരളത്തിലെ ഒരുപാട് വിജയങ്ങളെക്കാളും കോൺഗ്രസ്സുകാരും UDFകാരും ആഘോഷിച്ച മണിക്കൂറുകൾ, ആഹ്ലാദിച്ച മണിക്കൂറുകൾ എന്ന് പറയുന്നത് റഷീദ് മുന്നിട്ട് നിന്ന ആ റൗണ്ടുകളാണ്. അത് തങ്കലിപികളിൽ അടയാളപ്പെടുത്തും. കാരണം ഇത്രയും വലിയ ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഏകാധിപതിക്കെതിരെ ഒറ്റയ്ക്ക് നിന്ന് പോരാടാനുള്ള കരുത്ത് കാണിച്ചു കൊടുത്തത് തലമുറകൾക്ക് പ്രചോദനമാണ്. ഇനി അതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. ആ പാർട്ടി ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുത്ത്, ഒരുപക്ഷെ ഏറ്റവും വലിയ ബാലികാറ മല എന്നെല്ലാവരും ഒന്നുപോലെ പറഞ്ഞ ആ ദൗത്യം ഏറ്റെടുത്ത് വെറുതെ പോയി അവിടെ നിൽക്കുകയല്ല. ഇത് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്ത് പിണറായി വിജയനോട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുന്നവൻ്റെ ചങ്കുറപ്പും ചങ്കൂറ്റവും തൻ്റെടവും, അതാണ് ഞങ്ങൾ അഭിമാനം കൊള്ളിക്കുന്നത്. തീർച്ചയായിട്ടും റഷീദ് ചെറുപ്പമാണ്. വി വിൽ ടേക്ക് കെയർ. ഹി വിൽ ഈസ് എ പ്രോമിസിംഗ് ലീഡർ. നാളുകളിൽ ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനകരമായ ഉയർച്ച കണ്ണൂരിന്നുണ്ടാവും. ഞങ്ങൾ തന്നെ അഭിമാനത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തെ മൂവാറ്റുപുഴയും അഭിനന്ദിക്കുന്നു. ഗോ അഹെഡ്, ഓൾ ദി ബെസ്റ്റ്. ഇത്രയും വലിയൊരു ഏകാധിപതിക്കെതിരെ ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ കരുത്തു കാണിച്ചത് തലമുറകൾക്ക് പ്രചോദനമാണെന്നും മാത്യു കുഴൽനാടൻ. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.
സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.